ബംഗളൂരുവിൽ IT കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന എഡിസന്റെ ജീവിതമാകെ ഇരുട്ട് നിറഞ്ഞതാണ്. എഞ്ചിനീയറിംഗ് പഠനകാലത്ത് തുടങ്ങിയ ലഹരി ഉപയോഗം. ഡാർക്ക് വെബ് ലഹരി കേസിൽ പിടിയിലായ എഡിസണും കൂട്ടാളികളായ ഡിയോളും അരുൺ തോമസും സഹപാഠികളായിരുന്നു. ജോലിക്ക് പുറമെ കൂടുതൽ പണം കണ്ടെത്താൻ ഇവർ ലഹരി കച്ചവടത്തിലേക്ക് കടന്നു. അങ്ങനെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമെലോണിൻ്റെ തലവനായി എഡിസൺ വളർന്നത്. നാട്ടുകാരും ബന്ധുക്കളുമായി അധികം അടുപ്പമില്ലാതിരുന്ന ഇയാളുടെ ജീവിതം തന്നെ ദുരൂഹത നിറഞ്ഞതാണ്. മൂവാറ്റുപുഴ വള്ളക്കാലിപ്പടിയിലെ വീട്ടിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന എഡിസൺ മാത്യു 1.5 വർഷം മുൻപ് വരെ ബംഗളൂരുവിൽ IT കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ എഡിസൺ മികച്ച ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് കുറച്ചു നാളുകളായി നാട്ടിലുണ്ട്. വീട്ടുകാരും ബന്ധുക്കളും ചോദിച്ചപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നാണ് പറഞ്ഞത്. രാവിലെ മകനെയും കൂട്ടി നഴ്സറിയിൽ പോകുന്ന എഡിസനെ പതിവായി നാട്ടുകാർ കാണാറുണ്ടെങ്കിലും പൊതുവെ ആരുമായും അത്ര അടുപ്പം പുലർത്താറില്ല. അയൽവാസികളുടെ മുന്നിൽ മര്യാദക്കാരനായ യുവാവ്. എന്നാൽ വൻ മയക്കുമരുന്ന് കച്ചവട ചങ്ങലയിലെ കണ്ണിയാണ് ഇയാളെന്നറിഞ്ഞതോടെ അയൽവാസികളും ബന്ധുക്കളും ഞെട്ടലിലാണ്. ഞായറാഴ്ച രാവിലെ നർക്കോട്ടിക് ബ്യൂറോ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഇയാൾ ഉറക്കത്തിലായിരുന്നു. പരിശോധനയിൽ വീട്ടിലെ ഒരു മുറിയിൽ നിന്ന് LSD അടക്കമുള്ള വീര്യം കൂടിയ മയക്കുമരുന്നുകൾ കണ്ടെത്തി. മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ്, ത്രാസ് എന്നിവയും കണ്ടെടുത്തു. കെറ്റാമെലോൺ മയക്കുമരുന്ന് ശൃംഖലയുടെ തലവൻ എഡിസനാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. 2 വർഷമായി ഇതുവഴി ഇയാൾ മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നുണ്ട്. സ്വന്തം ആവശ്യത്തിനാണ് ഡാർക്ക് നെറ്റ് വഴി ആദ്യം മയക്കുമരുന്ന് വാങ്ങിയത്. പിന്നീട് കെറ്റാമെലോൺ ഒരുക്കുകയും ഇടപാടിലേക്ക് കടക്കുകയുമായിരുന്നു. ഡാർക്ക് വെബിലൂടെ എഡിസൺ നടത്തിയത് 700ഓളം ഇടപാടുകളെന്നാണ് NCB നൽകുന്ന വിവരം. ഇയാൾ 2 വർഷത്തിനിടെ 5 മുതൽ 10 കോടി രൂപയുടെ വരെ ഇടപാട് നടത്തിയിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. ഗൂഗിൾ ക്രോം ബ്രൗസറുകളോ സെർച്ച് എഞ്ചിനുകളോ ഉപയോഗിച്ച് പ്രവേശിക്കാനാകാത്തതും ടോർ പോലുള്ള പ്രത്യേക ബ്രൗസറുകളും കോൺഫിഗറേഷനുകളും ആവശ്യമുള്ളതുമാണ് ഡാർക്ക് നെറ്റ്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളാണ് ഇടപാടുകാർ തമ്മിൽ നടത്തുകയെന്നതിനാൽ ഇതിലേക്ക് നുഴഞ്ഞു കയറുകയും ദുഷ്കരം. News 18 കൊച്ചി.